നമസ്കാരം. ഇന്നത്തേക്ക് 50 ചില്ലാനം ദിവസമായി അർജുനെ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ കർണാടകയിൽ അർജുനും വേണ്ടിയിട്ട് യാതൊരു തരത്തിലുള്ള തെരച്ചിലും നടക്കണില്ല. അർജുൻ്റെ തെരച്ചിൽ ദ്രുതഗതിയിൽ നടത്താൻ വേണ്ടിയിട്ട് കോഴിക്കോട് വെച്ച് ഫൈൻഡ് അർജുൻ ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കുകയും വിവിധ സംഘടനാ നേതാക്കന്മാർ ഉൾപ്പെട്ടിട്ടുള്ള ഒരു കമ്മിറ്റി നിലവിൽ വരികയും ഇന്നലെ ആ കമ്മിറ്റിയിലെ ഭാരവാഹികളെല്ലാവരും കൂടി തിരുവനന്തപുരത്ത് പോയി മുഖ്യമന്ത്രിയെ കാണുകയും മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകുകയും നിവേദനത്തിൽ എത്രയും പെട്ടെന്ന് തെരച്ചിൽ തുടരണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു. കൂടാതെ കേരളത്തിൻ്റെ ഭാഗത്തുനിന്ന് എന്തൊക്കെ സാധ്യമായ പ്രവൃത്തികൾ ചെയ്യാൻ പറ്റും അത് ചെയ്തു തരാമെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകുകയും ഡഡ്ജർ സംവിധാനം ഇതുവരെ കർണാടകയിൽ എത്തിയിട്ടില്ല. കാലാവസ്ഥ മോശമാണെന്നുള്ള കാരണത്താൽ ഇപ്പോഴും അനിശ്ചിതത്വത്തിൽ തുടരുകയാണ്. ഡഡ്ജർ എത്തുന്നത് വൈകുന്നത് വളരെയധികം ആശങ്ക ജനിപ്പിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയെ ഫൈൻഡ് ആക്ഷൻ അർജുൻ്റെ പേരിലുള്ള കമ്മിറ്റി ഡഡ്ജർ കൊണ്ടുപോകാൻ അനുമതി തരണം കേരളത്തിൻ്റെ ഭാഗത്തുനിന്ന്. കേരളത്തിൽ നിന്ന് ഫ്രീ ആയിട്ട് ഡഡ്ജറെ നമുക്ക് കൊണ്ടുപോകാൻ പല ആളുകളും ബന്ധപ്പെട്ടിട്ടുണ്ട്. അത് പ്രകാരം മുഖ്യമന്ത്രിനെ ആ കാര്യം ധരിപ്പിക്കുകയും മുഖ്യമന്ത്രി വേണ്ടത് എന്താണ് അത് പരമാവധി ചെയ്യാമെന്ന് ഉറപ്പ് നൽകുകയും തിരിച്ച് നാട്ടിലേക്ക് പോരുന്നതിന് മുമ്പ് തന്നെ മുഖ്യമന്ത്രി ഇടപെട്ട് മറ്റു കാര്യങ്ങൾ ചെയ്തതായിട്ട് നമുക്ക് മനസ്സിലായി. ഇത്രയും തിരക്കുകൾ മുഖ്യമന്ത്രിക്കുള്ള സമയത്ത് പോലും അർജുൻ്റെ വിഷയത്തിൽ കേരള ഗവൺമെൻറ് വേണ്ട നടപടികളൊക്കെ സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലായി. അതിൽ സന്തോഷമുണ്ട്. എത്രയും പെട്ടെന്ന് ഡഡ്ജറോ മറ്റു ഉപകരണങ്ങളും വെച്ചിട്ട് അവനെ തെരഞ്ഞു തരാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് മറ്റ് ഭാരവാഹികളും